ഹലോ, ഞങ്ങൾ ഇന്ന് നേരെ എത്തിയിട്ടുള്ളത് ഷാർജ അൽമജാസിലുള്ള ഒരു വാട്ടർ പാർക്കിലാണ്. ഇത് ഞങ്ങൾ കുറേ നാളായിട്ട് സിയേനെ കൊണ്ട് ഇവിടെ വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിപ്പം സമ്മർ ടൈമാണല്ലോ, അപ്പോൾ ഇവിടെ പബ്ലിക് ഹോളിഡേ ആയിരുന്നു ഈദിൻ്റെ. അപ്പോൾ നേരെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. സിയയ്ക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് വെച്ചാൽ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മുന്നേ അവൻ കുറച്ചും കൂടെ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു വാട്ടർ പാർക്കിൽ കൊണ്ടുപോയപ്പോൾ അവനത് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 3 ഇയറോ 4 ഇയേഴ്സ് ഉള്ളപ്പോൾ അവന് ഭയങ്കര പേടിയൊക്കെ ആയിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൂടെ നമ്മളിങ്ങനെ എപ്പോഴും നിൽക്കണം, ഫുള്ള് കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ അത് കാരണം ഞങ്ങൾ കുറേ നാളായിട്ട് അവനങ്ങനെ വാട്ടർ പാർക്കിലൊന്നും ഞങ്ങൾ കൊണ്ടുപോകാറില്ല, മുന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കാരണം. പക്ഷേ ഈ ടൈം നന്നായിട്ട് അവൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം അന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി, അയ്യോ ഈ കുഞ്ഞ് എന്താ ഇതൊന്നും ഇഷ്ടമല്ലാത്ത, എന്താ കരയുന്നത്, അങ്ങനെ വിചാരിച്ചു. വാട്ടർ പാർക്ക് മാത്രമല്ല, വേറെ ഏതെങ്കിലുമൊക്കെ പാർക്കിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലുമൊക്കെ റൈഡിൽ കയറ്റിയാലും അന്ന് അവൻ കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 5 ഇയേഴ്സൊക്കെ കഴിഞ്ഞപ്പം തൊട്ടാണ് അവന് നല്ല ചേഞ്ച് ആയത്. ഈ പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ട് കളിക്കാൻ വേണ്ടി, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നന്നായിട്ട് കുഴപ്പമില്ല. പിന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ കോർണിഷാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ പിള്ളേരെ ഇവിടെ ആക്കിയിട്ട് കോർണിഷിലൂടെ നടക്കുകയോ ഫോട്ടോ എടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് വേറെ കുറേ ഇങ്ങനെ ഫുഡ് സ്പോട്ടുകളുണ്ട്. നമുക്ക് അവിടെ ഔട്ട്സൈഡ്, കാരണം ഇപ്പോൾ വിൻ്റർ ടൈമൊക്കെ ആണെങ്കിൽ ഔട്ട്സൈഡിൽ ഇരുന്ന് കഴിക്കാൻ പറ്റും. സമ്മർ ആകുമ്പോൾ ഔട്ട്സൈഡൊന്നും ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറേ നേരം ഇവനെ കളിപ്പിച്ചിട്ട് ആ സമയത്ത് ഞാൻ ഇവിടുന്ന് റെസ്റ്റ് എടുത്തു. കുറേ നേരം വെള്ളത്തിൽ നിന്നു, എൻ്റെ ദേഹം മൊത്തം വെള്ളമായി. പിന്നെ ഓക്കെ, എനിക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്കും കുറച്ച് നേരം റിലാക്സ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റി. ബൈ ബൈ.